വരെ എല്ലാവരെയും കടുത്ത ഭാഷയിൽ ആക്ഷേപിച്ച് ഇവിടെ ഫിത്നയും ഫസാദും ഉണ്ടായേ പറ്റൂ എന്ന നിർബന്ധം പിടിക്കുകയാണ് നമ്മുടെ സഹോദര സമസ്തയുടെ വക്താക്കൾ എന്നാണ് ഞാൻ പറഞ്ഞത്. നമ്മുടെ പത്രങ്ങൾ സുന്നി വോയ്സ്, സുന്നത്ത്, റിസാല ഇങ്ങനെ തുടങ്ങിയ നമ്മുടെ മാസികകൾ, അതുപോലെ വാരികകൾ, സിറാജ് ദിനപത്രം, സുഹൃത്തുക്കളെ, ഇങ്ങനെയുള്ള ഏതെങ്കിലും ഒന്നിൽ ഇന്ന് വരെ മഹാനായ കണ്യത്തുസ്താദിനെയോ അല്ലെങ്കിൽ ബഹുമാനപ്പെട്ട സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളെയോ അങ്ങനെയുള്ള ഏതെങ്കിലും ഒരു മഹൽ വ്യക്തിയെ ഇവരെ എഴുതുന്നത് പോലെ എഴുതുകയോ നിന്ദിക്കുകയോ ചെയ്തിട്ടില്ല. നമ്മുടെ സംഘടനക്കൊരു ബന്ധവുമില്ലാത്ത ചില കച്ചവടക്കാർ നടത്തുന്ന പത്രങ്ങളുണ്ടാകാം. അത്തരം കച്ചവടക്കാർ നടത്തുന്നതിൽ തന്നെ ഒരിക്കൽ, അതായത് നമ്മളുടെ സംഘടനയായി ഒരു ബന്ധവുമില്ലാത്ത ഒരു മാസികയോ, എന്താണ് സാധനം തന്നെ എനിക്കറിയില്ല, എന്തോ ഒരു സാധനമുണ്ട്, മാസികയോ വാരികയോ എന്തോ ആണ്, ആ സാധനത്തിൽ സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളെ തല കീഴാക്കിയിട്ട് ഒരു ഫോട്ടോ കൊടുത്തു. വേറൊരു പത്രത്തിൽ വേറൊരു സമയത്ത് ഒരു മുഖം രണ്ട് കഷ്ണാക്കിയിട്ട് വേറൊരു തങ്ങളുടെ ഫോട്ടോ കൊടുത്തു. ശക്തിയായി അതിനെതിരെ അന്ന് ഞാൻ സംസാരിച്ച് എനിക്ക് ഓർമ്മയുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത്, സയ്യിദന്മാരെ ബഹുമാനിക്കണം, ആലിമീങ്ങളെ ബഹുമാനിക്കണം എന്ന് ലോകത്തെ പഠിപ്പിക്കേണ്ടവരാണ് സുന്നത്ത് ജമാഅത്തിന്റെ പണ്ഡിതന്മാരും പണ്ഡിതന്മാർക്ക് കീഴിൽ പ്രവർത്തിക്കുന്ന എല്ലാ സംഘടനാ പ്രവർത്തകന്മാരും. ഇതുകൊണ്ട് തന്നെ ഞാനിപ്പോ സമസ്ത ഉലമ കോൺഫറൻസ് നടക്കുന്നതിന് മുമ്പായി മംഗലാപുരത്ത് നിന്ന് പുറപ്പെട്ട് പട്ടാമ്പിയിലേക്ക് ഒരു ജാഥ നയിച്ചിട്ടുണ്ട്. ഇവിടെയും ഞാനന്ന് വന്നിട്ടുണ്ട്. അന്ന് മലപ്പുറത്ത് തിരൂരിൽ നിന്നും ജാഥയുടെ സ്വീകരണം ഏറ്റുവാങ്ങി മഞ്ചേരിയിലേക്ക് പോകുമ്പോൾ ഞാൻ ബഹുമാനപ്പെട്ട സയ്യിദ് ഹുസൈൻ ശിഹാബ് ആറ്റക്കോയ തങ്ങൾ, അല്ലാഹു അവിടുത്തെ ഖബർ സന്തോഷത്തിലാക്കട്ടെ, തങ്ങളവറുകൾ പാണക്കാട് കുടുംബപരമ്പരയിൽപ്പെട്ട വലിയൊരു ആലിമാണ്, നമ്മുടെ സമസ്ത മുശാവറ അംഗമാണ്. ബഹുമാനപ്പെട്ടവർക്ക് രോഗമായതുകൊണ്ട് കാണാൻ കയറി. ആ കയറിയ സമയത്ത് ഞാൻ അവിടെ നിന്ന് എന്തു ചെയ്തു? പോകുന്ന പോക്കിൽ പാണക്കാട് പൂക്കോയ തങ്ങൾ, പാണക്കാട് സയ്യിദ് മുഹമ്മദ് ശിഹാബ് തങ്ങൾ എന്നിവരുടെ ഖബർ എന്റെ യാത്രക്കിടയിൽ ഞാൻ സിയാറത്ത് ചെയ്തിട്ടുണ്ട്. എന്റെ ഡ്രൈവറോട് ചോദിച്ചാൽ അറിയാം. ഞാൻ അവിടെ മാത്രമല്ല, ഓക്കെ ഉസ്താദിന്റെ ഖബർ സിയാറത്ത് ചെയ്തിട്ടുണ്ട്, അവൽക്ക് നിങ്ങൾ ഖബർ സിയാറത്ത് ചെയ്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത്, ഇത് മനസ്സിന്റെ ഉള്ളിൽ സയ്യിദന്മാരോടും ആലിമീങ്ങളോടുമുള്ള ആദരവ് ഭൗതിക താല്പര്യത്തിന് വേണ്ടിയല്ല, അള്ളാഹുവിന്റെ റസൂലിനോടുള്ള സ്നേഹത്തിന്റെ പേരിൽ വെച്ചു പുലർത്തുന്നവരാണ് നാം എന്ന് ഉറപ്പിച്ച് വിശ്വസിച്ചുകൊണ്ടാണ് നമ്മളെ പ്രവർത്തനങ്ങൾ നടത്തുന്നത് എന്ന് മുസ്ലിം ഉമ്മത്തിനെ ബോധ്യപ്പെടുത്താൻ വേണ്ടി പറഞ്ഞതാണ്. എനിക്ക് കോൺഗ്രസ്സുകാരെ പറ്റി പറയുന്നത് കേട്ടോളി. ലീഗിനോട് ചോദിച്ച മാതിരി തന്നെ എനിക്ക് ചില കോൺഗ്രസ്സുകാരോടും ചോദിക്കാനുണ്ട്. LDF-ന്റെ പാർട്ടി കൂടിയിട്ട് UDF-നെ തമർത്താൻ വേണ്ടി നടക്കുന്ന ഈ വ്യക്തി അതിൽപ്പെട്ട ഒരു ഘടകമാണല്ലോ കോൺഗ്രസ്സുകാര്. ചില കോൺഗ്രസ്സുകാരെന്താ ഇയാളോ ഇത്തരം ഇങ്ങനെ വാലാട്ടി നടക്കുന്നത്? എന്താ ഇതിന്റെ ആവശ്യം? അതും നമുക്ക് തിരിഞ്ഞിട്ടില്ല. രണ്ടും ഛർദ്ദിക്കുന്നത് അന്ന് എന്നും. അപ്പുറത്തെ സമസ്തയുടെ ജനറൽ സെക്രട്ടറിയാണ്. അയാളൊരു ഭാഷ കേട്ടോ, കോൺഗ്രസ് നേതാക്കൾ അയാൾ വിളിച്ചത് ബാലാട്ടിയിൽ നിന്നാണ്. അപ്പോ എല്ലാവർക്കും അറിയാലോ പറഞ്ഞതിന്റെ അർത്ഥം എന്താണ്. ഇങ്ങനെ ഒരു സംഘടന, സമസ്ത എന്ന പേരിൽ ഇങ്ങനെ ഒരു സംഘടന, ഒരു സംസ്കാരമില്ലാത്ത, ഒരു മാന്യതയില്ലാത്ത പണ്ഡിതന്മാരുടെ പേരിൽ അങ്ങനെ ഒരു സംഘടന ഇവിടെ ഉണ്ടാകണോ എന്ന് എല്ലാ വിഭാഗം കക്ഷികളും ചിന്തിക്കണമെന്നാണ് എനിക്ക് പറയാട്ട്. ഇങ്ങനെ വലിയ മേലാളന്മാര് എല്ലാ കോൺഗ്രസ്സുകാരെയും അവർക്ക് എന്തും വിളിക്കാം, എല്ലാ ലീഗുകാരും എന്തും പറയാം, പണക്കാർ തങ്ങൾ എന്തും പറയാം, അതുപോലെ LDF-ലുള്ളവരെയും പറയാം, UDF-ലുള്ളവരെയും പറയാം. ഇതെങ്ങനെ സമസ്ത എന്ന പേരിൽ നമുക്ക് അംഗീകരിച്ചു കൊടുക്കാൻ കഴിയും? നമ്മളെ രജിസ്ട്രാൾ എന്താ തീരുമാനിച്ചെന്നുള്ളതല്ല എന്റെ വിഷയം. ഒരു മുസ്ലിം സമുദായത്തിന്റെ പണ്ഡിത സെക്രട്ടറിയായി ഈ കക്ഷികൾക്ക് അംഗീകാരം കൊടുക്കാൻ പറ്റുമെന്ന് ബുദ്ധിപരമായി ഓരോരുത്തരും ആലോചിക്കാം. ഇനി നിങ്ങൾക്ക് കേൾക്കണോ? ഞാനൊരു ജാഥ നടത്തിയുണ്ട്. അപ്പൊ ഇദ്ദേഹം കാവനൂർന്ന് പറഞ്ഞ് ആ പത്രയിൽ പണ്ഡിതന്മാർ മതസൗഹാർദ്ദത്തിന്റെയും നന്മയുടെയും കാവലാളുകളാണ് ചെറുശ്ശേരി സൈനുദ്ദീൻ മുസ്ലിയാർ. ഹെഡിങ് ഉഷാറാട്ടോ, പത്രക്കാർ വകെ കൊടുത്തായിരുന്നു. ഇനി അതിന്റെ ശേഷം പറയുന്നത് കേട്ടോളി.
പ്രവാചക